ഒരു അംഗീകാരം, ഒരു പ്രോത്സാഹനം ആരാണ് ആഗ്രഹിക്കാത്തത്? ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു വാക്കഡ് സ്റ്റോറി, നടന്ന കഥ പറയാം. ഞാനൊരു ക്ലാസ് എല്ലാം കഴിഞ്ഞ് എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു റോഡിന് നടുക്ക് മീഡിയനിൽ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുകയാണ്. അയാളുടെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് ഫയലുമുണ്ട്. ചന്ദനപിന്നം പെയ്യുന്ന മഴ നനയാതിരിക്കാനായി അയാൾ ആ പ്ലാസ്റ്റിക് ഫയൽ തലയിൽ വെച്ചിട്ടുണ്ട്. അയാൾക്ക് റോഡ് ക്രോസ് ചെയ്ത് എതിർവശത്തുള്ള വെയിറ്റിംഗ് ഷെഡിൽ മഴ ശക്തമാകുന്നതിന് മുമ്പ് അഭയം തേടണം. അതാണ് അയാളുടെ ഉദ്ദേശം. പക്ഷെ ഒരു വണ്ടിക്കാരനെ നിർത്തി കൊടുക്കുന്നില്ല. പെഡസ്ട്രിയനോട് മാന്യമായിട്ട് പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് എന്റെ ടേൺ എത്തിയപ്പോൾ ഞാൻ വണ്ടി നിർത്തി. അപ്പോൾ ആൾ പരിഭ്രമത്തോടെ എന്നെ നോക്കി. ഞാൻ വേഗം വിൻഡോ താഴ്ത്തിയിട്ട് പറഞ്ഞു, കടന്നു പോയിക്കോളൂ. ഞാൻ എന്റെ സഹപൗരനോട് മാന്യമായി പെരുമാറുന്ന കണ്ട എന്റെ പുറകിൽ വന്ന മറ്റു വണ്ടിക്കാർ എന്നെ അഭിനന്ദിച്ചു, ഓനടിച്ച്. എന്നെ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, എന്റെ അച്ഛനെയും അമ്മയെയും അപ്പൂപ്പനെയും അമ്മൂമ്മയും എല്ലാം അവർ അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഓണടി കൊണ്ട്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. ഈ ചെറുപ്പക്കാരൻ ഈ വെയിറ്റിംഗ് ഷെഡിലേക്ക് കയറാൻ നേരം എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചു. ഞാൻ ആയിരക്കണക്കിന് ആൾക്കാർക്ക് വണ്ടി നിർത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് എനിക്കൊരു തംസപ്പ് കിട്ടിയത്. ആ ഒരൊറ്റ തംസപ്പ് എന്നെ വല്ലാതെ ഉന്മത്തനാക്കി. ഞാൻ ഹർഷ പുളകിതനായി. നിങ്ങൾക്കറിയുമോ, പിന്നെ എൻ്റെ വീട് വരെയുള്ള സ്ഥലത്ത് ഞാൻ ഏതാണ്ട് 13 പേർക്ക് ആ വണ്ടി അന്നേ ദിവസം നിർത്തിക്കൊടുത്തു. അതിനെല്ലാം കാരണമായത് എന്താണ്? ഈ ഒരൊറ്റ തംസപ്പ്. പ്രിയപ്പെട്ടവരെ, ഓൺലൈനിലും ഓഫ്ലൈനിലുമൊക്കെ നാം ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടപഴകാറുണ്ട്. അവിടങ്ങളിലെല്ലാം നമുക്കൊരു തംസപ്പ് കൊടുക്കാനുള്ള അവസരം കിട്ടാറില്ലേ? പക്ഷെ നാം അത് ചെയ്യാറുണ്ടോ? ഒരു തംസപ്പ് അത് കൊടുക്കുന്നവനല്ല, അത് കിട്ടുന്നവന്റെ ഉള്ളിലുണ്ടാക്കുന്ന ആന്തോളനം എത്രമാത്രം ശക്തമായിരിക്കുമെന്ന് നമുക്കറിയാൻ കഴിയില്ല. അതെന്തുമാത്രം അത്ഭുതം അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുമെന്ന് നമുക്കറിയാൻ കഴിയില്ല. അപ്പൊ ഇനി മുതലെങ്കിലും ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും തംസപ്പ് കൊടുക്കാൻ കിട്ടുന്ന അവസരത്തിൽ അത് കൊടുക്കുവാൻ നമുക്ക് കഴിയട്ടെ.